പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്തെ ഭൂരിഭാഗം സ്കൂളുകൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തത് സ്കൂൾ തുറക്കൽ പ്രതിസന്ധിയിലാക്കുന്നു. ഫിറ്റ്നസ് നൽകുന്നതിലെ പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അധ്യാപകരും മാനേജ്മെന്റും രംഗത്ത്. ഉടൻ പരിഹരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. പാഠപുസ്തക വിതരണവും യൂണിഫോം വിതരണവും പ്രവേശനോത്സവത്തിനുള്ള ഒരുക്കങ്ങളും അവധിക്കാല അധ്യാപക പരിശീലനവും എല്ലാം തകൃതിയായി നടക്കുന്നുണ്ടെങ്കിലും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ലെങ്കിൽ സ്കൂൾ തുറക്കാൻ സാധിക്കില്ല. 5 വകുപ്പുകളിൽ നിന്ന് ക്ലിയറൻസ് വാങ്ങിയാലേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടതുള്ളൂ എന്നായിരുന്നു സർക്കാർ തീരുമാനം. എങ്കിലും ഈ അധ്യയന വർഷം ഇവ നടപ്പാക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ മെയ് 13 പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുടെ യോഗം ചേരുകയും അസിസ്റ്റന്റ് എഞ്ചിനീയറും ആരോഗ്യവകുപ്പ് അധികൃതരും മാത്രം പരിശോധന നടത്തിയാൽ മതിയെന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. വനം, അഗ്നിരക്ഷ, വൈദ്യുതി വകുപ്പുകളുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ സാവകാശം നടപ്പിലാക്കാമെന്നായിരുന്നു ധാരണ. എങ്കിലും ഇത് സംബന്ധിച്ച് ഉത്തരവിനൊപ്പം പുറത്തിറക്കിയ ചെക്ക് ലിസ്റ്റിൽ അഗ്നിരക്ഷ, KSEB, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്നീ വകുപ്പ് അധികൃതർക്ക് മാത്രം സാങ്കേതിക പരിശോധനകൾ നടത്താൻ സാധിക്കുന്ന വിധത്തിൽ ചോദ്യങ്ങൾ കൂടി ഉൾപ്പെട്ടതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. മറ്റു വകുപ്പുകൾ നടത്തേണ്ട സാങ്കേതിക പരിശോധനകൾ തങ്ങൾക്ക് നടത്താൻ സാധ്യമല്ലെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ നിലപാടെടുത്തതോടെ ഭൂരിഭാഗം സ്കൂളുകളുടെയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വിതരണം അനിശ്ചിതത്വത്തിലായി. ആകെ 17 ചോദ്യങ്ങളുള്ള ചെക്ക് ലിസ്റ്റിൽ 9 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളാണ് മറ്റു വകുപ്പുകളുമായി ബന്ധപ്പെട്ടവ. ഇവ ഒഴിവാക്കി അടിയന്തര ചോദ്യാവലി പുനഃപ്രസിദ്ധീകരിച്ച് പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാണ് അധ്യാപകരുടെ ആവശ്യം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വിവിധ അധ്യാപക സംഘടനകളും മാനേജ്മെന്റുകളും മന്ത്രി എൻ ഷംസുദ്ദീന് കഴിഞ്ഞ ദിവസം നിവേദനം നൽകി. സ്കൂളുകളുടെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ മണ്ണാർക്കാട് പറഞ്ഞു. ഇക്കാര്യം ചർച്ച ചെയ്യാൻ യോഗം ചേരും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇറങ്ങിയ 2 സർക്കുലറുകളാണ് പ്രതിസന്ധി ഉണ്ടാക്കിയത്. ഇക്കാര്യത്തിൽ യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. സത്യപ്രതിജ്ഞ കഴിഞ്ഞ അടുത്ത നിമിഷം മുതൽ ഇതിന്റെ ജോലി അങ്ങ് ആരംഭിക്കേണ്ടി വന്നു. കാരണം മറ്റുള്ളവർക്കൊക്കെ ഒരു സമയമെടുത്ത് ഒന്ന് രംഗപ്രവേശനം ചെയ്യാനുള്ള സ്ഥിതിയുണ്ട്. കാരണം മറ്റു വകുപ്പുകൾക്കൊന്നും അങ്ങനെ ഒരു അർജൻസി ഇല്ല. ഇത് നമ്മൾ സത്യപ്രതിജ്ഞ കഴിഞ്ഞു, പാഠപുസ്തകത്തിന്റെ പ്രശ്നം, സ്കൂൾ പ്രവേശനത്തിന്റെ പ്രശ്നം, അധ്യാപക പരിശീലനത്തിന്റെ പ്രശ്നം, യൂണിഫോം, ഉച്ചഭക്ഷണം, ഇങ്ങനെ അടിയന്തിരമായി ഇടപെടേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. കെട്ടിടത്തിന്റെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അതിൽ കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്തു വെച്ചതാണ് 2 സർക്കുലറുകൾ ഉണ്ടാക്കിയ പ്രതിസന്ധി. അതിപ്പോ നാളെ അതിനൊരു തീരുമാനം വരും. നാളെ ഞങ്ങൾ അതിനൊരു യോഗമുണ്ട്. ആ യോഗത്തിന് ശേഷം ഇതിലൊരു പരിഹാരമുണ്ടാകും.